ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പെർഫെക്റ്റ് ഓട്സ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് ഞാൻ 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്നെടുത്ത ആ കപ്പിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ 2 കപ്പ് ഓട്സ് എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് അതൊന്ന് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ ഇട്ട് കൊടുത്ത ഉഴുന്നും ആ ഓട്സൊന്നും മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് 4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതേ സോക്കായി വെച്ചതൊക്കെ നന്നായിട്ട് സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നോർമലി നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെ ആ കൺസിസ്റ്റൻസിൽ ഒന്ന് അരച്ചെടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇതിൽ വേറെ ചോറൊന്നും ചേർക്കുന്നില്ല, അതുപോലെ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ഇച്ചിരി ടൈറ്റായി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി എടുത്താൽ മതി. നമ്മുടെ ദോശയുടെ ഒരു കൺസിസ്റ്റൻസിൽ, ദോശ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിൽ ഒന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നൈറ്റിൽ ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേ മോർണിംഗ് ആയപ്പോഴേക്കും നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് വീർത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ നമ്മുടെ ഇഡ്ഡലി ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല വീർത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് തിന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഒലിവ് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചൊന്ന് തൂളി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ചുട്ടെടുക്കാൻ നോക്കാം. അപ്പോൾ അരിദോശയ്ക്ക് ഉണ്ടാക്കുന്ന പോലെ പെട്ടെന്ന് അത് ക്രിസ്പിയായി കിട്ടില്ല. അപ്പോൾ ഇച്ചിരി ടൈം എടുത്തിട്ടാണ് ക്രിസ്പിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടത് ക്രിസ്പിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ വേറെ ദോശകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓട്സും ചെറുപയറും അത് മിക്സായിട്ടുള്ളൊരു ദോശ, അതുപോലെ തന്നെ ചെറുപയർ തന്നെയായിട്ടുള്ളൊരു ദോശ. അപ്പോൾ അതൊന്ന് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ സൈഡും കൂടെ ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഓട്സ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്പി ദോശയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ദോശ ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്